وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. സൂറത്തുൽ ബഖറയിലെ 57-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്, വഅൻസൽന എന്ന വാക്കിൽ ഇഖ്ഫ ആണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം സായി വന്നു. സായി അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അൽ മന്ന വസ്സൽവ നൂനിന്റെ മേലെ ശബ്ദ വന്നു. 2 ഖദ്ർ മണിക്കേണ്ടതാണ്. കുലൂ മിൻ തയ്യിബാതി അവിടെയും ഇഖ്ഫ ആണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നു. താ അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയുടെ നിയമമാണ്. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വലാകിൻ കാനു അവിടെയും അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. കാനൂ അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം. 4 5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. അൻഫുസഹും സുക്കൂൻ നൂനിന് ശേഷം ഫാ വന്നു. ഫാ ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 57-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. وَظَلَّلْنَا عَلَيْكُمُ الْغَمَامَ وَأَنزَلْنَا عَلَيْكُمُ الْمَنَّ وَالسَّلْوَى كُلُوا مِنْ طَيِّبَاتِ مَا رَزَقْنَاكُمْ وَمَا ظَلَمُونَا وَلَكِنْ كَانُوا أَنفُسَهُمْ يَظْلِمُونَ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വളല്ലൽന നാം തണലാക്കി അല്ലെങ്കിൽ നാം നിഴലിട്ടു തരുകയും ചെയ്തു. അലൈക്കും നിങ്ങൾക്ക്, അൽ ഗമാമ മേഘത്തെ, വ അൻസൽന നാം ഇറക്കിത്തരുകയും ചെയ്തു, അലൈക്കും നിങ്ങൾക്ക്, അൽ മന്ന മന്നായെ അല്ലെങ്കിൽ കട്ടിത്തേൻ, വസ്സൽവ സെൽവായും അല്ലെങ്കിൽ കാടപ്പക്ഷി, കുലു തിന്നുകൊള്ളുവിൻ, മിൻ ത്വയ്യിബാത്തി നല്ല വസ്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന്, മാ റസഖ്നാകും നിങ്ങൾക്ക് നാം നൽകിയ, വമാ ളലമൂന അവർ നമ്മെ ആക്രമിച്ചില്ല, വലാകിൻ എങ്കിലും, കാനു അവരായിരുന്നു, അൻഫുസഹും അവരുടെ സ്വന്തങ്ങളോട്, യളിമൂൻ അവർ അക്രമം പ്രവർത്തിക്കും. അപ്പോൾ സഹോദരങ്ങൾ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ സാരം, നിങ്ങൾക്ക് നാം മേഘത്തണൽ നൽകുകയും മന്നായും കാടപ്പക്ഷികളും ഇറക്കിത്തരുകയും ചെയ്തു. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളുക എന്നും പറഞ്ഞു. അവർ എന്നിട്ടും നന്ദികേട് കാണിച്ചവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല. എന്നാൽ അവർ നമ്മെ ആക്രമിച്ചില്ല. അവർ അവരുടെ സ്വന്തങ്ങളോട് തന്നെയായിരുന്നു അക്രമം പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ ഫിർഔന്റെ ക്രൂരമായ ഭരണത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ സന്തതികളെ മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ മറ്റു ചില അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഇവിടെ ചെയ്തതായ ഈ അനുഗ്രഹങ്ങൾ എടുത്തു പറയുമ്പോൾ അവരുടെ അന്നത്തെ അവസ്ഥ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നേടിയെടുത്ത ഈ ഇസ്രായേൽ ജനത
അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് അനുസരണക്കേടിന്റെ സ്വഭാവമാണ്, ധിക്കാരത്തിന്റെ സ്വഭാവമാണ്. മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ എത്രയെത്ര ഉപദേശങ്ങളാണ് ഈ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിനൊന്നും ഒരു പരിഗണനയും ഈ ഇസ്രായേൽ സന്തതികൾ നൽകിയിട്ടില്ല. ഈജിപ്തിൽ നിന്നും ചെങ്കടൽ പിളർത്തി അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം അവരെ കൊണ്ടുപോകുന്നത് അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകിയ ഫലസ്തീനിന്റെ മണ്ണിലേക്കാണ്. ആ ഫലസ്തീനിന്റെ മണ്ണിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ച പല സംഭവങ്ങൾ നടക്കുന്നത്. ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട ശേഷം അവർ സീനാ മരുഭൂമിയിൽ വന്ന് താമസമാക്കിയ സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുന്നത്, നിങ്ങൾ അള്ളാഹു വാഗ്ദാനം നൽകിയ ആ പരിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിച്ചു കൊള്ളുവീനെന്ന്. പക്ഷേ അത്ര എളുപ്പം വേഗത്തിൽ അങ്ങ് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു പ്രദേശമല്ല അന്ന് ഫലസ്തീൻ. അന്ന് അവിടെ അമാലിക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ അവർ കുടിയേറി താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഫലസ്തീൻ. ബഹുദൈവ ആരാധകരും അതുപോലെ തന്നെ വളരെ ശക്തരും ആരോഗ്യവന്മാരുമായിരുന്ന ഈ അമാലിക്ക വർഗത്തിൽപ്പെട്ട ആളുകൾ അവരുമായി ഒരു യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വേണം ബനു ഇസ്രായേലിയർക്ക് ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ. അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നേരിട്ടനുഭവിച്ച ഈ ഇസ്രായേൽ സന്തതികൾ അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് ആ പരിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിന്റെ ആ കൽപ്പന സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നാണ് സഹോദരങ്ങളെ. അടിയും അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ ഭീരുത്വമുള്ള ആളുകളാണ്, വലിയ മടിയുള്ള ആളുകളാണ്, അലസതയുള്ള ആളുകളാണ്. ഈ വക പോരായ്മകൾ കാരണം അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാമിയുടെ അനുയായികൾ അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ അവരുമായി ഒരു യുദ്ധത്തിലേർപ്പെട്ട് അവരെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കാവുകയില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും മാർഗത്തിൽ അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാലല്ലാതെ ആ പ്രദേശത്തേക്ക് കടക്കുവാൻ ഒരു കാലത്തും ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് അവർ വാശി പിടിക്കുകയാണ്. അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രം ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഈ ബനു ഇസ്രായേലർ പറയുക. സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 23 മുതൽ 29 വരെയുള്ള ആയത്തുകൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ അള്ളാഹുവിനെ അനുസരിക്കാതെ മൂസാ നബി അലൈഹി സ്വലാമിയെ അനുസരിക്കാതെ 40 വർഷമാണ് ബനു ഇസ്രായേലിയർ ആ സീനാ താഴ്വരയിൽ കെട്ടിത്തിരിഞ്ഞ് നടന്നത്. ഈ സമയത്ത്, അതായത് ഈ നീണ്ട 40 വർഷത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മരുഭൂമിയിൽ അലഞ്ഞു നടന്നിരുന്ന ബനു ഇസ്രായേലിയർക്ക് അള്ളാഹു നൽകിയ മഹത്തരമായ 2 അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ ഇവിടെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് നാം മേഘത്തണൽ നൽകുകയും മന്നായും കാടപ്പക്ഷികളും ഇറക്കിത്തരുകയും ചെയ്തു. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവർ എന്നിട്ട് നന്ദികേട് കാണിച്ചവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല. എന്നാൽ അവർ നമ്മെ ആക്രമിച്ചിട്ടില്ല. അവർ അവരുടെ സ്വന്തങ്ങളോട് തന്നെയായിരുന്നു അക്രമം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.